ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ചെറിയ ടോപ്പിക്കും അതിനോടൊപ്പം തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ എൻ്റർപ്രണർ ആൻഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എൻ്റർപ്രണർ വേഴ്സസ് മാനേജർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്താണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പഠിക്കാം. നമ്മൾ ഒരു എൻ്റർപ്രണർ ആരാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഈ എൻ്റർപ്രണർ ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംരംഭം നടത്തുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെയാണ് പറയുന്നത് എൻ്റർപ്രണർഷിപ്പ് എന്ന്. The process of creating an enterprise is called entrepreneurship. This is the process of changing ideas into commercial opportunities and creating value. നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ നമ്മൾ എന്താക്കുന്നു, ഒരു ബിസിനസ് ആക്കി മാറ്റുന്നു, അതിന് കൊമേഴ്സ്യൽ ഓപ്പർച്യൂണിറ്റീസ്, വ്യാപാര സാധ്യതകൾ ഉണ്ടാക്കുന്നു, അങ്ങനെ അതിന് മൂല്യമുണ്ടാക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ പഠിക്കാം. The words of Stevenson and others, entrepreneurship is the process of creating value by bringing together a unique package of resources to exploit an opportunity. ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു യൂണിക് പാക്കേജ് ആണ്. അല്ലാതെ എല്ലാ അർത്ഥത്തിലും ഒരു ബിസിനസ്സിന് രൂപം നൽകി അത് എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിലാക്കി തീർക്കുക, അഡ്വാൻറ്റേജ് നേടിയെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് എൻ്റർപ്രണർഷിപ്പ് എന്ന്. അപ്പോൾ എന്താണ് എൻ്റർപ്രണർ ചെയ്യുന്നത്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എൻ്റർപ്രണറും മാനേജറും തമ്മിലുള്ള ഡെഫിനേഷൻ പഠിക്കാം. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ ഇരിക്കട്ടെ. 1 by 1 ആയിട്ട് ഓരോ പോയിന്റ്സ് എഴുതേണ്ട കാര്യം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരൊറ്റ പോയിന്റ് ഞാൻ എഴുതിയിട്ടുള്ളൂ. ബാക്കി 2, 3, 4, 5, 6, 7 എഴുതിയിരിക്കുകയാണ്. 7 പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ആദ്യം തന്നെ പറയട്ടെ, എന്താണ് എൻ്റർപ്രണർ, ആരാണ് എൻ്റർപ്രണർ, ആരാണ് മാനേജർ. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയും നടത്തിക്കൊണ്ടുപോകും അതിൻ്റെ ഓൾ ഇൻ ഓൾ ഓണർ എന്ന് വേണമെങ്കിൽ പറയാം ആരനെ, എൻ്റർപ്രണർ. മാനേജർ ആരാ? മാനേജർ ഈസ് എ സാലറീഡ് പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് അവർ നിശ്ചയിച്ചിട്ടുള്ള 9 to 4 അല്ലെങ്കിൽ 10 to 5 അല്ലെങ്കിൽ എത്രയാണോ ടൈം, അത് മറ്റുള്ളവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനം നോക്കി നടത്തുക, മാനേജ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ സാലറി ഫിക്സഡ് ആയിരിക്കും. നേരെ മറിച്ച് എൻ്റർപ്രണറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നതിന് ഒരു ഫിക്സഡ് ടൈമുമില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രോഫിറ്റ് ആയിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന് ലോസ് ആയിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന് ഒന്നും കിട്ടില്ല, അത്തരവസ്ഥയിലേക്ക് വരും. ലാഭമായാലും നഷ്ടമായാലും എൻ്റർപ്രണർ അത് സഹിച്ചേ പറ്റുള്ളൂ, അല്ലെ? റിസ്ക് ടേക്കിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ. എന്നാൽ മാനേജർക്ക് കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ നോക്കേണ്ട കാര്യമില്ല. മാനേജർക്ക് കിട്ടുന്ന സാലറി മാനേജർക്ക് കിട്ടും. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ലോസ് ആണെങ്കിലും മാനേജറുടെ സാലറി തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് മാനേജറും എൻ്റർപ്രണറും തമ്മിൽ ബേസിക് ആയിട്ടുള്ള വ്യത്യാസം എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പോയിന്റ് 1 by 1 ആയിട്ട് പഠിക്കാം. Entrepreneur start a new venture by setting up of an enterprise for his personal gratification. The main aim of manager is to render his service in an enterprise already set up by someone. അപ്പോൾ എൻ്റർപ്രണർ ഒരു ബിസിനസ് സ്ഥാപനം സെറ്റപ്പ് ചെയ്യുന്നു, മാനേജർ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത ഒരു എൻ്റർപ്രൈസിലെ അദ്ദേഹത്തിൻ്റെ സേവനം പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ, എൻ്റർപ്രണർ ഈസ് ദ ഓണർ ഓഫ് ദ എൻ്റർപ്രൈസ്. ഹി ഈസ് ദ ബോസ്, അല്ലെ? ഹീസ് ഹിസ് ഓൺ ബോസ്. അവൻ തന്നെയാണ് അവൻ്റെ ബോസ്. എന്നാൽ മാനേജർ ഈസ് എൻ എംപ്ലോയി ഓഫ് ദ എൻ്റർപ്രണർ. എൻ്റർപ്രണറുടെ ഒരു എംപ്ലോയി ആണ്, തൊഴിലാളിയാണ് മാനേജർ. എൻ്റർപ്രണർ ബെയർ ഓൾ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. എന്നാൽ മാനേജർ എന്താ, ഒരു റിസ്ക്കും അൺസർട്ടനിറ്റിയും എടുക്കുന്നില്ല. എൻ്റർപ്രണർ റിസീവ് പ്രോഫിറ്റ് വിച്ച് അൺസർട്ടൺ ഇറഗുലർ ഹിമ നെഗറ്റീവ്. എൻ്റർപ്രണർക്ക് കിട്ടുന്ന ചിലപ്പോൾ ലാഭം കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടില്ല, ചിലപ്പോൾ അൺസർട്ടൺ ആയിരിക്കും, ചിലപ്പോൾ ഇറഗുലർ ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ മാനേജറെ സംബന്ധിച്ച് 15,000 രൂപ 20,000 രൂപ എന്താണ് മാനേജർക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള സാലറി, ആ സാലറി മുടക്കമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കും. It can never be negative.
എൻ്റർപ്രണർ ഇൻട്രൊഡ്യൂസ് ഇന്നൊവേഷൻസ് ആൻഡ് ന്യൂ ഐഡിയാസ്. എൻ്റർപ്രണർ പുതിയ പുതിയ ഇന്നൊവേഷൻസ്, പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരും. മാനേജർ ഈ പ്ലാനുകൾ പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്. എൻ്റർപ്രണേഴ്സ് റെസ്പോൺസിബിലിറ്റി ഈസ് ഹൈ. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്. While the manager's responsibility is low, he is responsible for day-to-day office work. Entrepreneur is self-motivated and manager is motivated by power. ഇത് കൂടാതെ ടെക്സ്റ്റിലെ 28ാമത്തെ പേജിലെ കുറച്ച് പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വായിക്കി നോക്കുക. ഇത്രയും 7 പോയിന്റ്സാണ് നിങ്ങളൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഓക്കെ, താങ്ക് യു.